ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നമ്മെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കുന്ന മലയാളിയുടെ ശീലം ഒഴിവാക്കണമെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. ആന്റിബയോട്ടിക് എന്ന വേർഡ് കേൾക്കാത്തവരായി അധികമാരും ഉണ്ടാവില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്റിബയോട്ടിക്സിനെ കുറിച്ചുള്ള ചെറിയൊരു ജനറൽ അവയർനെസ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യ ആന്റിബയോട്ടിക്കായ പെനിസിലിൻ കണ്ടുപിടിച്ച ശേഷം മെഡിക്കൽ സയൻസിൽ വന്ന മാറ്റം ചെറുതല്ല. ഇതിലൂടെ നിരവധി ജീവനുകൾ അല്ലെങ്കിൽ എണ്ണിയാൽ തീരാത്ത ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു. ആന്റിബയോട്ടിക്സ് എന്നാൽ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആന്റിബയോട്ടിക്സിനെ പറ്റി ഇന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്, അതായത് അതിൻ്റെ ഉപയോഗത്തെപ്പറ്റിയും അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചും. എന്നിരുന്നാലും ചില തെറ്റിദ്ധാരണകളും സംശയങ്ങളുമൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതും സത്യമാണ്. ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് ദോഷമാണെന്ന് പറയുന്നവരും കുറവല്ല. എന്തിനു വേണ്ടിയാണ് ആന്റിബയോട്ടിക്സ്? നമ്മെ ചുറ്റി ഈ എൻവയോൺമെന്റിലും നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഓക്സിജൻ ഉള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും നിരവധി ബാക്ടീരിയകൾ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉൾപ്പെടുന്നു. ഒരു പരിധിവരെ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി തന്നെ ഇതിനെ ചെറുത്ത് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന് കഴിയാതെ വരുമ്പോൾ ഇൻഫെക്ഷനായി മാറുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ആന്റിബയോട്ടിക്സ് ആവശ്യമായി വരുന്നു. എന്നാൽ എല്ലാ രോഗാവസ്ഥയ്ക്കും ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല. ഇതിൽ തീരുമാനമെടുക്കുന്നത് ഡോക്ടർ തന്നെയായിരിക്കും. ബാക്ടീരിയയെ കൊല്ലുകയോ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുകയോ ചെയ്യുന്നതിലൂടെയാണ് ആന്റിബയോട്ടിക്സ് ഇൻഫെക്ഷന്റെ സിവിയറിറ്റി കുറയ്ക്കുന്നത്. ഇനി എന്തുകൊണ്ട് ആന്റിബയോട്ടിക്സ് ദോഷകരമായി മാറുന്നു? അതിന് കാരണം ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ്. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആന്റിബയോട്ടിക്സ് വാങ്ങി കഴിക്കുക, കൃത്യമായ മെഡിസിൻ അല്ലെങ്കിൽ ഡോസ് കഴിക്കാതിരിക്കുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക, മെഡിസിൻസ് സ്കിപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്സിനെതിരെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കിനെ അതിജീവിച്ച് തുടങ്ങിയാൽ ജീവന് തന്നെ വലിയ ഭീഷണിയായി മാറും. ഉദാഹരണത്തിന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ന്യൂമോണിയായി മാറാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കിഡ്നിയെ ബാധിക്കാം, സെല്ലുലൈറ്റിസ് പോലുള്ള രോഗങ്ങൾ സെപ്സിസിലേക്ക് പോവാം. ഇങ്ങനെയുള്ള ജീവന് ഭീഷണിയാകുന്ന പ്രോബ്ലംസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് പല കൾച്ചർ റിപ്പോർട്ടുകളിലും മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയസ് ഒത്തിരി കാണുന്നുണ്ട്. അതായത് നിലവിലുള്ള ഒരു ആന്റിബയോട്ടിക് കൊണ്ടും ഇതിനെ നേരിടാൻ കഴിയില്ല. ഇതൊന്നും നല്ല സൂചനകളല്ല നമുക്ക് നൽകുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമം അനുസരിച്ച് ഒരു ഡോക്ടറിന്റെ വാലിഡ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചില ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് ഒഴികെയുള്ള ആന്റിബയോട്ടിക്സ് ലഭിക്കില്ല. ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ, സിറപ്പ്, ഇഞ്ചക്ഷൻ, ഈ രൂപത്തിലൊക്കെ ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. ഓരോ രോഗാവസ്ഥയ്ക്കും ഏത് ആന്റിബയോട്ടിക്സ് നൽകണമെന്ന് ഡോക്ടർ തന്നെയായിരിക്കും തീരുമാനിക്കേണ്ടത്. ചില ആന്റിബയോട്ടിക്കുകൾ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മറ്റ് ഗ്രൂപ്പിലെ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ ടെസ്റ്റ് ഡോസ് നൽകിയ ശേഷം അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഫുൾ ഡോസ് എടുക്കുന്നത്. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്സ് കഴിക്കാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബി സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.